ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പുതിയൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ്. ഇടയ്ക്ക് നമ്മൾ ഒരുപാട് മെറ്റീരിയൽ കിറ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓർഡേഴ്സ് എടുത്ത് ലാസ്റ്റ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റിൻ്റെ കിറ്റിൻ്റെ അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേസ്ലെറ്റിൻ്റെ കിറ്റിൻ്റെ ഡിസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ചിലപ്പോൾ കുറച്ച് ഡിലേ വരും. റീസൺ എന്താണെന്നുള്ള വീഡിയോയിൽ പറയാം. പിന്നെ ഇന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത ടൈമിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ് ബീഡ്സ്, ക്രാക്കിൾ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു ബ്രേസ്ലെറ്റിൻ്റെ കിറ്റ് കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കിറ്റും കൂടെ ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കിറ്റിൻ്റെ റേറ്റും മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എത്ര റേറ്റിന് സെയിൽ ചെയ്യാം എല്ലാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഈ ഒരു കിറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. കോൾ ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. നമ്മൾ മാക്സിമം ഒരു ദിവസം കൊണ്ട് റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. ഒരുപാട് ഡിലേ വരുത്താറില്ല. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് തൊട്ട് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. നമ്മൾ പല ടൈപ്പിലുള്ളൊരു 10 ടൈപ്പ് ഓഫ് ബീഡ്സിൽ 10 ബ്രേസ്ലെറ്റ് ചെയ്യുന്നൊരു കിറ്റ് 150 റുപ്പീസിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു ജെല്ലി ബീഡ്സും ക്രാക്കിൾ ബീഡ്സും വെച്ചിട്ട് ഇതുപോലെയാണ് ചെയ്തെടുത്തുള്ളത് കേട്ടോ. വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമ്മളിവിടെ അതിൽ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് സൗണ്ട് വരുന്ന ഗുങ്കുരുവാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഒരു ജെല്ലി ബീഡും അതിന് മാച്ചിങ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ചാംസുമാണ്, ഇനാമൽ ചാംസുമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു എൻഡിൽ ഇത് നമ്മൾ കയ്യിലിട്ട് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. ഈ ഒരു ഹാങ്ങിങ്സ്, ഈ ഒരു ചാംസ് ഇതുപോലെ ഉണ്ടാവും. ഈ ഒരു ഹാങ്ങിങ്സ് ഇതുപോലെ കിടക്കും. ഈ ഒരു ബീഡ് വെച്ചിട്ട് ഇത് ഹെഡ് പിൻ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഐ പിൻ വെച്ചിട്ടാണ് എല്ലാം കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് വരിക. പിന്നെ നമ്മൾ മെയിനായിട്ട് ഫുള്ളായിട്ട് സിൽവറിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഗോൾഡൻ പെട്ടെന്ന് കളർ ഫെയ്ഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത്തവണ എല്ലാം സിൽവറിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഹാങ്ങിങ്സും എല്ലാം. പിന്നെ ഈ ടൈപ്പിൽ തന്നെ ക്രാക്കിൾ ബീഡ് വരുന്ന ഒരു ടൈപ്പ് സെയിം ചാംസ് ആയിരിക്കില്ല കിറ്റിനകത്തിൻ്റെ ഡീറ്റെയിൽ പറയാം കേട്ടോ. ഇതുപോലെ ക്രാക്കിൾ ബീഡ് വെച്ചിട്ടും സെയിം ടൈപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 15 ടൈപ്പ് ബീഡ്സ് ഉണ്ടാവും. 15 ബ്രേസ്ലെറ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽ കിറ്റാണ്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കിറ്റാണ് കേട്ടോ. 15 ടൈപ്പിൽ എന്ന് പറയുമ്പോൾ 5 കളറ് ജെല്ലി ബീഡ്സാണ് ഉണ്ടാവുക. ബാക്കി 10 കളറ് ക്രാക്കിൾ ബീഡ്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്രാക്കിൾ ബീഡ് സ്റ്റോക്ക് ഔട്ട് ആവുകയെന്നുണ്ടെങ്കിൽ അതിന് പകരം ജെല്ലി ബീഡ് തന്നെ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു 5 ഷെയ്ഡ് തന്നെ ആയിരിക്കും ജെല്ലി ബീഡിലുണ്ടാവുക. ഏതെങ്കിലും സ്റ്റോക്ക് ഔട്ട് ആവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ സീ ബ്ലൂ വെക്കും കേട്ടോ. അതിന് പകരമായിട്ട് ഓഷ്യൻ ബ്ലൂ അങ്ങനത്തെ ഷെയ്ഡ്സ് ഏതെങ്കിലും, സ്കൈ ബ്ലൂ ഏതെങ്കിലും ഷെയ്ഡ്സ് ആയിരിക്കും വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെക്കും. ഓക്കെ, കോമൺ ആയിട്ടുള്ളത്. പിന്നെ 10 ടൈപ്പ് 10 കളറിൽ വരുന്ന ഓൾമോസ്റ്റ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്സ് തന്നെയായിരിക്കും ക്രാക്കിൾ ബീഡ്സിൽ ഉണ്ടാവുക കേട്ടോ. ഇതിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ള കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. വീഡിയോയിൽ കാണുന്നുണ്ടാവും തോന്നുന്നു എടുത്ത് കാണിക്കുന്ന കളേഴ്സ്. ഇതിൽ ഇപ്പോൾ സ്റ്റോക്ക് ഏകദേശം കഴിയാറായിട്ടുള്ളത് ഈ 2 ഷെയ്ഡ്സാണ്. ചിലപ്പോൾ ഈ 2 ഷെയ്ഡ്സിൽ ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ പിങ്കോ വേറെ ഏതെങ്കിലും ക്രാക്കിൾ തന്നെ ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള 15 ഗ്ലാസ് ബീഡ്സ് ഉണ്ടാവും. 15 കളേഴ്സിൽ വരുന്ന ഗ്ലാസ് ബീഡ്സ് ഉണ്ടാവും ഈ ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 25 ഗ്രാമിൻ്റെ ഇത് നമ്മൾ കൗണ്ട് ചെയ്തിട്ടല്ല പാക്ക് ചെയ്തിട്ടുള്ളത്, 25 ഗ്രാമായിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 25 ഗ്രാമിനകത്ത് ഒരു 15 പീസ് ഹെഡ് പിൻ ഉണ്ടാവും. ബാക്കി അതിനകത്ത് വരുന്നത് ഫുള്ള് ഐ പിൻ ആയിരിക്കും, സിൽവർ ഷെയ്ഡിൽ. 25 ഗ്രാമാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നുണ്ടാവുക. അതിനകത്ത് 15 ഹെഡ് പിൻസ് ഉണ്ടാവും. ബാക്കിയെല്ലാം നമുക്ക് ഐ പിൻസാണ് വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ ജംപ് റിങ്സ് 15 ലോബ്സ്റ്റർ ലോക്ക്, അതുപോലെ തന്നെ ഈ ഒരു എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ള ചെയിൻ ഉണ്ടല്ലോ, ആ ഒരു ചെയിൻ. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ 5 ടൈപ്പ് മെറ്റൽ ചാംസ് ഉണ്ടാവും കേട്ടോ. ഈ ചിലപ്പോൾ സെയിം ഡിസൈൻ ആയിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഡിസൈനിൽ എന്തെങ്കിലും വ്യത്യാസം വരും. 5 മെറ്റൽ ചാംസ് ഉണ്ടാവും. പിന്നെ വരുന്നത് 10 പീസ് ഇനാമൽ ചാംസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വെക്കണ ബീഡ്സിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ ചിലപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്പായിരിക്കും ഉണ്ടാവുക കിറ്റിനകത്ത്. അപ്പോൾ
10 പീസ് ഇനാമൽ ചാംസാണ് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 255 ആണ് നമ്മൾ റേറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 255 രൂപ. ഓക്കെ, 255 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ 15 ഇങ്ങനത്തെ, അതായത് ഈ ടൈപ്പിൽ ഹാങ്ങിങ്സ് വരുന്ന 15 ബ്രേസ്ലെറ്റുകൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഏകദേശം ഒരു ബ്രേസ്ലെറ്റിന് 17 രൂപ റേറ്റ് വരാം. 17 രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയും ഇപ്പോൾ ഒരു ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 50 രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്താലും 300 റുപ്പീസിൻ്റെ അടുത്താണ് വരുള്ളൂ. ആ ഒരു 300 റുപ്പീസിന് നിങ്ങളിത് എടുത്താലും 20 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടണമെന്ന് നോക്കിയിട്ട് നിങ്ങൾക്കൊരു മാർജിൻ ആഡ് ചെയ്തിട്ട് ഇത് സെയിൽ ചെയ്യാം. ഒരു 45-50 റുപ്പീസിനൊക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു ബ്രേസ്ലെറ്റിൻ്റെ കാര്യം പറയണത്, അതായത് നിങ്ങൾ കുറഞ്ഞത് ഒരു ബ്രേസ്ലെറ്റ് 45 രൂപയ്ക്ക് നിങ്ങൾ സെയിൽ ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, അത്യാവശ്യം നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 255 രൂപയാണ് ഈ ഒരു കിറ്റിന് വരുന്നത്. 255 ആണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ ആവശ്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ കിറ്റുകളാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന്, ചിലരുണ്ട് ഒന്ന് മെസ്സേജ് ചെയ്യും, എന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ മെറ്റീരിയൽ അവൈലബിൾ ആണോ ചോദിച്ചിട്ട്, കിറ്റ് അവൈലബിൾ ആണോ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക, കൺഫേം ചെയ്യുക. പിന്നെ ഈ ഒരു കിറ്റ് ചിലപ്പോൾ കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ അടുത്തുള്ള ഈ ഒരു ലോബ്സ്റ്റർ ലോക്ക് സിൽവർ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ കിറ്റിന് ഒരുപാട് ഓർഡേഴ്സ് വരാമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ പുതിയ സ്റ്റോക്ക് ഈ ആഴ്ച എത്തേണ്ടതാണ്. ഒരു പക്ഷേ എത്താൻ ഒരു 2-3 ദിവസം ഡിലേ വരാമെന്നുണ്ടെങ്കിൽ കിറ്റ് കൺഫേം ചെയ്തിട്ട്, എന്തായാലും ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ഡേയ്സ് എടുക്കും നമ്മൾ അയക്കാൻ വേണ്ടി. കാരണം നമുക്ക് പാക്ക് ചെയ്തെല്ലാം അറേഞ്ച് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അർജൻറ്റായിട്ട് നിങ്ങൾ നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യുമെന്ന് ചോദിച്ച് മെസ്സേജ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയും ഒരു 4 ഡേയ്സ്, മിനിമം 4 ഡേയ്സ് എടുക്കും നമ്മളിവിടുന്ന് അയച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 3-4 ഡേയ്സ് എടുക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. താങ്ക് യു.